കോഴിക്കോട് വിലങ്ങാട് മേഖലയിൽ ശക്തമായ മഴയാണ്. നാദാപുരത്ത് വിഷ്ണുമംഗലം ബണ്ട് നിറഞ്ഞൊഴുകുകയാണ്. വടകരയിലേക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള പ്രധാന പദ്ധതിയാണ് വിഷ്ണുമംഗലത്തേത്. സരീഷ് പി കെ വിവരങ്ങളുമായി ചേരുകയാണ്. സരീഷ്, കോഴിക്കോട് അതിശക്തമായ മഴയാണ് ഇന്ന്. അതിശക്തമായ മഴ മുന്നറിയിപ്പുമുണ്ട്. വിലങ്ങാടൊക്കെ നേരത്തെ ഉരുൾപൊട്ടിയ വലിയ നാശനഷ്ടം ഉണ്ടായ പ്രദേശം കൂടിയാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ എങ്ങനെയാണ് മഴ പെയ്യുന്നത്? അവിടെ എന്തെല്ലാമാണ് ഈ ജാഗ്രതാ നിർദ്ദേശങ്ങളായി നൽകിയിട്ടുള്ളത്? ആളുകളെയൊക്കെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ടോ? നിലവിലെ അവിടുത്തെ സാഹചര്യം എന്താണ്? നിലവിൽ ഈ മേഖലകളിലെല്ലാം തന്നെ അല്പം മഴ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. വിലങ്ങാട്, അതോടൊപ്പം തന്നെ ഈങ്ങാപ്പുഴ ചുരം മേഖലയാണ്. ഈങ്ങാപ്പുഴ മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ ആശങ്കയായി നിൽക്കുന്നത്. ഒന്ന്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിലങ്ങാട് എന്ന് പറയുന്നത് നേരത്തെ തന്നെ ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ളവ ഉണ്ടായ സ്ഥലമാണ്. പരിസ്ഥിതി ലോല മേഖലകൾ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഏതെങ്കിലും സാഹചര്യത്തിൽ ഉരുൾപൊട്ടാനോ മണ്ണിടിച്ചിലോ ഉള്ള സാധ്യതയുണ്ട് എന്ന് നേരത്തെ തന്നെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയൊക്കെ പറഞ്ഞിരുന്നു. ആ സാഹചര്യത്തിലാണ് അവിടെ കൂടുതൽ ജാഗ്രത പുലർത്തുന്നത്. ഇപ്പോൾ നിലവിൽ ഈ മലയോരത്ത് തന്നെ കനത്ത മഴ തുടരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായാണ് നാദാപുരം വിഷ്ണുമംഗലം ബണ്ട് നിറഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമുണ്ടായത്. അതോടൊപ്പം തന്നെ വിലങ്ങാട് ഉരുൾപൊട്ടൽ മേഖലയിൽ സ്ഥിതി വിലയിരുത്തുന്നതിൻ്റെ ഭാഗമായി പോലീസും അതോടൊപ്പം തന്നെ ആരോഗ്യ വിഭാഗവും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥരും ആ മേഖലയിൽ സന്ദർശനം നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൊയിലാണ്ടി കണയങ്കോട് മേഖലയിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പമാണ് ഈ ഈങ്ങാപ്പുഴ മേഖലകളിൽ, ഈങ്ങാപ്പുഴയിൽ ഇന്നലെ രാത്രി മുതൽ തന്നെ വലിയ മഴയാണ്, അല്ലെങ്കിൽ വലിയ തോതിൽ മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചുരത്തിൽ മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അധികൃതർ അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വളണ്ടിയർമാർ ഉൾപ്പെടെ ചില മേഖലകളിൽ മണ്ണിടിച്ചൽ സാധ്യത പ്രവചിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ചെറുവാഹനങ്ങൾ മാത്രമാണ് അവിടെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെറുവാഹനങ്ങൾ മാത്രമാണ് ഈ ഈങ്ങാപ്പുഴ മേഖലയിലൂടെ ഈ ചുരത്തിലേക്ക് കടത്തിവിടാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കൂടുതൽ വലിയ വാഹനങ്ങൾ, ഭാരമുള്ള വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് താൽക്കാലികമായി നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ആ മേഖലയിൽ ഇന്നലെ രാത്രി മുതൽ തന്നെ വലിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിയന്ത്രണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പല മേഖലകളിലും ഇപ്പോഴും മഴ തുടരുന്നുണ്ട്. കുറ്റ്യാടി മലയോര മേഖലകളിലാണ് ശക്തമായ മഴ ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും ഉണ്ടായത്. കുറ്റ്യാടി പുഴയുടെ പ്രധാന കൈവഴിയായ തൊട്ടിൽപ്പാലം പുഴയിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കുറ്റ്യാടി ചുരം മേഖലയിൽ നിന്നും ഉത്ഭവിക്കുന്ന പട്ടിയാട്ട് ഈ പട്ടിയാട്ട് മേഖലയിലാണ് ഈ ശക്തമായ ഒഴുക്കുണ്ടായത്. അതോടൊപ്പം തന്നെ തൊട്ടിൽപ്പാലം പുഴയോരങ്ങളിലും കടയന്ത്ര പുഴയോരങ്ങളിലും താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ കോഴിക്കോട് കൊല്ലങ്കൽ ദേശീയപാത, അത് 766 ഈ ഈങ്ങാപ്പുഴ റോഡിലാണ്. അവിടെ വലിയ തോതിൽ വെള്ളം കയറുകയും ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. താമരശ്ശേരി കുടുക്കിൽ ഉമ്മരം അമ്പായത്തോട് അബ്ദുൾ റഷീദിൻ്റെ വീടിൻ്റെ സംരക്ഷണ ഭിത്തി അത് തകർന്നു വീഴുകയും അങ്ങനെ അതായത് നിലവിലെ സാഹചര്യത്തിൽ കോഴിക്കോട് ജില്ലയിൽ ആകെ പരിശോധിച്ചാൽ 3 വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നത്. അത് പക്ഷേ വലിയ രീതിയിലല്ല. ഈ ചുറ്റുമതിലും അതോടൊപ്പം തന്നെ മരം വീണും കേടുപാടുകൾ സംഭവിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഈങ്ങാപ്പുഴയ്ക്ക് സമീപം പയോണ അവിടെ ഗ്രാമപ്രദേശമാണ്. അവിടെ അങ്ങാടിയിൽ മുഴുവനായി വെള്ളം കയറുകയും ഈ കടകളിലേക്കുൾപ്പെടെ വെള്ളം കയറുകയും അവിടെ നിന്ന് വ്യാപാരികൾ ഉൾപ്പെടെ പുറത്തേക്ക് ഇറങ്ങേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പുതുപ്പാടി നെരുക്കുംചാലിൽ വീടിൻ്റെ ചുറ്റുമതിൽ തകർന്നു വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെയാണ് മറ്റ് മേഖലകളിൽ, ഇപ്പോൾ ഈ പാറാടി, കുന്നുമ്മൽ, കുത്താളിയിൽ, അങ്ങനെ ഈ മേഖലകളിലെല്ലാം തന്നെ, മലയോര മേഖലകളിലെല്ലാം തന്നെ രാവിലെ ശക്തമായ മഴയുണ്ടായിരുന്നു. പക്ഷേ അല്പം മഴയ്ക്ക് ശമനം നിലവിലുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. പക്ഷേ ഇപ്പോഴും ജാഗ്രതാ നിർദ്ദേശത്തിൽ കുറവില്ല. കാരണം പുഴയ്ക്ക് സമീപത്ത് താമസിക്കുന്നവരും അതോടൊപ്പം തന്നെ മലയോര മേഖലകളിലുള്ളവരുമൊക്കെ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ വീടുകൾക്ക് സമീപത്ത് വെള്ളക്കെട്ടുണ്ടാവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ മണ്ണിടിച്ചിലിൻ്റെ സാഹചര്യം ഉണ്ടാവുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ക്യാമ്പുകളിൽ, സ്വമേധയാ ക്യാമ്പുകളിലേക്ക് മാറണം എന്നൊരു നിർദ്ദേശമുണ്ട്. ഇനി ക്യാമ്പുകളിലേക്ക് മാറാൻ ബുദ്ധിമുട്ടുള്ളവർ അടുത്ത ബന്ധുക്കളുടെ വീടുകളിലേക്ക് തന്നെ മാറണം എന്നൊരു നിർദ്ദേശം കൂടി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. ഏതായാലും നിലവിൽ ഒരു മണിക്കൂറായി ജില്ലയിലെ പല മേഖലകളിലും മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ വൈകിട്ടോടെ ഈ വെള്ളം ഇറങ്ങാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. നിലവിൽ വലിയ ബുദ്ധിമുട്ട് കോഴിക്കോടെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണ്.